നമ്മളിപ്പം ഒരു വലിയ ദൗത്യമാണ്, ഇതൊരു യുദ്ധമാണ്, ശരിക്കും യുദ്ധമാണ്. ആ യുദ്ധരംഗത്ത് അണിനിരക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിന് സർവ്വസൈന്യാധിപനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്. അതിൻ്റെ ചുവടെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പടനയിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ കൂടെ നിൽക്കുന്ന സൈന്യങ്ങളാണ് ബഹുജനങ്ങളാകെ, നമ്മളെല്ലാവരും ചേർന്നിട്ട യുദ്ധം. ആ രംഗത്ത് അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഡിമോറലൈസ് ചെയ്താൽ, ക്ഷീണിച്ചു പോയാൽ യുദ്ധത്തിൽ തോൽക്കുന്നത് നമ്മളെല്ലാവരും ആയിരിക്കും. ഒരു വ്യക്തിയല്ല തോൽക്കുന്നത്, കേരളാകെ തോറ്റുപോകും. എന്താണ് നമ്മുടെ ആഗ്രഹം? കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് പോലെ ഈ പകർച്ചാത്തോത് കുറച്ചും മരണനിരക്ക് കുറച്ചും നമുക്ക് നിൽക്കണോ? അതോ ഇപ്പോൾ ചെന്നൈ നഗരത്തിലും മുംബൈ നഗരത്തിലും ഡൽഹിയിലും ഒക്കെ ഉള്ളതുപോലെ വളരെ വളരെ വ്യാപകമായ ഒരു വ്യാപനത്തിലേക്ക് എത്തിക്കണോ? അമേരിക്കയിലോ UK-യിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ ഒക്കെ കണ്ടതുപോലെ കൂട്ടത്തോടെ ആളുകൾ മരിച്ചു വീഴുന്നൊരവസ്ഥയിലെത്തണം? ഇതാണ് ചോദ്യം. ഇതിൽ പല നല്ല മാതൃകകളുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിൽ അവർ ധരാവി ചേരി, അവർ അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചിരുന്നു, ഈ സ്ലംസ് നിങ്ങളെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മിനിസ്റ്റർ? ഞാൻ പറഞ്ഞു, ധാരാവി പോലുള്ള സ്ലംസ് ഞങ്ങൾക്കില്ല സാർ ഇവിടെ. എന്നാൽ ഞങ്ങൾക്ക് തിക്കിലി പോപ്പുലേറ്റ് ആയിട്ട് തിങ്ങിക്കൂടിയ ആളുകൾ പാർക്കുന്ന കോളനികളുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്ന ആ കോളനികളിലേക്ക് ഇത്തരത്തിലുള്ള ആരും പ്രവേശിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും ചേർന്ന് കോളനികളിലേക്ക്, നമ്മളറിയാതെ എങ്ങനെയെങ്കിലും എത്തിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ട് എത്തിച്ചേരരുത്. അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ ഞങ്ങൾ ആ കോളനി ക്ലോസ് ചെയ്യും, പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ട് അബാൻഡനായിട്ട് അവർ ഉപേക്ഷിക്കുകയല്ല ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് ഞങ്ങൾ ഭക്ഷണവും ആവശ്യമായിട്ടുള്ള മെഡിസിനും ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഫോഴ്സും എല്ലാം അവിടെ എത്തിച്ചിട്ട് അതിനകത്ത് തന്നെ അവരെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തും. എവിടെയെങ്കിലും അങ്ങനെയുള്ളൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ, ഈ എപ്പോഴും നമുക്കൊരു പാൻഡമിക്കിനെ അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം തുറന്നു വിടുകയല്ല, ആ പ്രദേശം കണ്ടെയ്ൻ ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റി കൊടുക്കണം. എന്നിട്ട് അവിടെ ടീമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എല്ലാവരുടെയും ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശരിയാണ്, അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ധാരാവിയിൽ ഒരു നല്ല പ്രവർത്തനം നടത്തി. അവിടെ ക്ലോസ് ചെയ്തിട്ട് കോൺഗ്രസിനും കൂടി പ്രാതിനിധ്യമുള്ള ഒരു സർക്കാരാണ് മഹാരാഷ്ട്രയിൽ. അതെ എന്നെ അഭിനന്ദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. മഹാരാഷ്ട്രയുടെ മന്ത്രി പറഞ്ഞു, അതേസമയം വെള്ളാപ്പള്ളി പറഞ്ഞു ഇവിടെ വേറെ താമ്രപത്രങ്ങളാണ് ടീച്ചർക്ക് തരുന്നത്. എന്തിനാ ഇവരിങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അവരാരും അങ്ങനെ ഒരു രാഷ്ട്രീയം, ഇത് ഞങ്ങളെല്ലാം മന്ത്രിമാരായാൽ ഉള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഞങ്ങളെല്ലാം അങ്ങനെയാണ്. ഇപ്പം കേന്ദ്രത്തോട് നമുക്ക് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്, നമുക്ക് അവരുടെ നയങ്ങളിലും കേരളത്തോട് കാണിക്കുന്ന ചില സമീപനങ്ങളിലും ഒക്കെ. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? അതും പറഞ്ഞിട്ട് കേന്ദ്രത്തെ എതിർക്കാൻ പോയാൽ, കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു പോയാൽ ഇന്ത്യയിലാകെ നമുക്ക് അസ്വസ്ഥത വരില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ സമീപനം സ്വീകരിക്കുന്നത്? പരാതികളെല്ലാം ഇവിടെയുണ്ട്, എങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം നോക്കിയും ഇവിടെ നമുക്ക് എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അത് ആവശ്യപ്പെട്ടും അത് അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടും ആ ഒരു സമീപനമല്ലേ സ്വീകരിക്കുന്നത്. അത് സ്വീകരിക്കുന്നത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഷാനിമോൾ ഉസ്മാനോവറ്റ് പറഞ്ഞു, നിങ്ങളൊരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്, നിങ്ങൾ തമ്മിൽ പരസ്പര യോജിപ്പാണ്. പിന്നെ ഈ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ പരസ്പര യുദ്ധത്തിൽ നിന്നാൽ ജനങ്ങൾ മരിച്ചു പോവില്ലേ കൂട്ടത്തോടെ? അതാണോ അതിൻ്റെ ഒരു ആഗ്രഹം? എനിക്കറിയില്ല, ആയിരിക്കാം. വരട്ടെ. സ്വന്തം സുഖവും കുടുംബവും ഭക്ഷണവും ആരോഗ്യവും എല്ലാം വേണ്ടെന്ന് വെച്ച് പ്രവർത്തിച്ചിട്ട് പോലും പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് ഇത്ര നികൃഷ്ടമായി അവഹേളിക്കുകയും അതുപോലെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, വിമർശനം, നല്ല വിമർശനം നമ്മൾ തീർച്ചയായിട്ടും, ആരോഗ്യപരമായ വിമർശനം നമ്മളെല്ലാവരും ഉൾക്കൊള്ളും. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു വിമർശനമല്ലല്ലോ. ഇതൊരു തരം പരിഹാസം പോലെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണ വ്യക്തിയായിട്ട് വിഷമം തോന്നാറുണ്ടോ? രാത്രി ചെന്ന് തൻ്റേതായിട്ടുള്ളൊരു ലോകത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ടോ? നമ്മൾ മനുഷ്യരല്ലേ ഭാഗ്യലക്ഷ്മി. അപ്പോൾ എന്തായാലും നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വിമർശിച്ചാൽ അത്രത്തോളം നമുക്ക് വിഷമം വരില്ല. നമ്മളാണെങ്കിൽ വലിയൊരു ഒരു 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 പോരാട്ടത്തിനിടയിലാണ്, രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതുപോലെയുള്ള ശാപവാക്കുകൾ കേൾക്കുമ്പോൾ മനുഷ്യനല്ലേ വിഷമം തോന്നില്ലേ? പക്ഷേ ആ വിഷമിച്ച് കരഞ്ഞ് ഇരിക്കാനൊന്നുമല്ല നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ ഓരോ വിമർശനവും വരുമ്പോൾ ആ വിഷമം സഹിച്ചുകൊണ്ട് പൂർവാധിക ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിക്കുക. അങ്ങനെ പറഞ്ഞ് വിഷമിപ്പിച്ച് ഇരുത്തിക്കളയാം എന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു വൃഥാസ്വപ്നമാണ്. പക്ഷേ പറയുമ്പം വിഷമമുണ്ടാകും, കാരണം നമ്മളിങ്ങനെ പ്രവർത്തിച്ചിട്ടും ഇവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ. എൻ്റെ വിഷമം എന്നെ പറഞ്ഞതല്ല. നോക്കൂ, അന്ന് എനിക്ക് നല്ല വിഷമമുണ്ടായി. അന്ന് മുല്ലപ്പള്ളി സംസാരിച്ച സമയത്ത് ലിനിയുടെ പേര് പോലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നില്ല. ജിഷ എന്നാണ് പറഞ്ഞതെന്ന്. പിന്നെ സജീഷിൻ്റെ വീട്ടിലേക്ക്
പിന്നെ കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തി. ഒരല്പം മനുഷ്യത്വം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ. ആരാണ് ലിനി? ഈ നിപ്പ വൈറസ് ബാധയേറ്റ് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്നതിനിടയിൽ ആ പിന്നെ കുട്ടിക്ക് അസുഖബാധയുണ്ടായി. പക്ഷേ ഞങ്ങളെല്ലാം വേദനിപ്പിച്ചത് മാത്രമല്ല, ആ മരണക്കിടക്കയിൽ എന്ന് പറഞ്ഞതുപോലെ കിടക്കുകയാണേ ഐസൊലേഷൻ റൂമിൽ. അങ്ങനെ കിടക്കുന്ന സമയത്തും മറ്റുള്ളവരോട് ലിനി കാണിച്ചിട്ടുള്ളൊരു സ്നേഹമുണ്ട്. മറ്റു സിസ്റ്റർമാരോടടക്കം എൻ്റെ വളരെ അടുത്ത് വരണ്ട, ഇത് പകർന്നാൽ ഇത് വന്നാൽ ജീവിക്കില്ല, എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ PPE ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വളരെ അടുത്ത് വരണ്ട, ഞാൻ എൻ്റെ കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച ഒരു 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 വലിയ മനസ്സിൻ്റെ ഉടമയാണ് ലിനി. കേട്ടില്ലേ? സജീഷിന് കത്തെഴുതി, കുറിപ്പെഴുതി അവിടെ നിന്ന്. എങ്ങനെയാണ് ആ കുട്ടിയെ സഹിക്കാമെന്ന് എനിക്കറിയില്ല. പിന്നെ സജീഷ് ചേട്ടാ എൻ്റെ പിന്നെ എനിക്ക് ജീവിതം തുടരാൻ പറ്റും തോന്നുന്നില്ല, കാരണം അത്ര നന്നായിട്ട് വൈറസ് ബാധിച്ചിട്ടുണ്ട്, ഇതിന് വേറെ മരുന്നൊന്നും ഇല്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ എന്നിട്ട് പോലും മക്കളെയൊക്കെ നന്നായിട്ട് നോക്കണം. എന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ചെറിയ മോനൊന്ന് വിമാനത്തിൽ പോകണമെന്നുണ്ടായിരുന്നു ഗൾഫിൽ, അതിലേ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടുള്ളൂ. അതെല്ലാം പറയുമ്പോൾ ശരിക്ക് നമുക്കൊരു അങ്ങനെയുള്ളൊരു സങ്കടം തോന്നുന്നൊരു കാര്യമാണ് ലിനിയുടെ കാര്യം. എന്നിട്ട് ആ ലിനിയുടെ മക്കളെ, സ്വന്തം മക്കളെ പൊന്നുപോലെ സംരക്ഷിച്ചുകൊണ്ട് ലിനിയുടെ വേർപാടിൻ്റെ വിതുമ്പരമായി കഴിയുന്ന ആ കുട്ടി ജോലിക്ക് വരുമ്പം അവനെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് എന്നെ പറഞ്ഞതിലൊന്നും കുഴപ്പമില്ല, രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ട് ഇത്രമാത്രം ചെയ്യാവോ? ഒരുമാതിരി ആ നാട്ടുകാരെന്തൊരാളുകളാണ്. ഇവിടുന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ തന്നെ സ്വന്തം നാട്ടിലുള്ള ഇങ്ങനെ ഒരു കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് വരുന്നൊരു ചെറുപ്പക്കാരൻ്റെ അവനെന്താ പറഞ്ഞ തെറ്റ്? അവനൊന്ന് പറഞ്ഞു, അവൻ വിഷമിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കുട്ടിയെ പോലെ തന്നെ ഞാനായാലും ഡോക്ടർ സരിത ആയാലും എല്ലാവരും അവനെ വിളിക്കുമായിരുന്നു. കാരണം ലിനി ജീവൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, രക്ഷപ്പെടുത്താൻ ഞങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ മക്കളെയും സജീഷിനെയും വിളിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് വിളിക്കുമായിരുന്നു എല്ലാ ദിവസവും, മോനെ പേടിക്കണ്ട. എനിക്ക് അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഒരുപക്ഷെ ടീച്ചറുടെ കണ്ണിൽ അടിഞ്ഞിരിക്കുന്ന ഈറൻ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, പക്ഷേ ലിനിയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ഒരു വല്ലാത്ത സ്മരണ തന്നെയാണ്. ഒരിക്കലും ലിനിയുടെ വീട്ടിലേക്കൊന്നും ഇങ്ങനെ പോകാൻ, ലിനിയുടെ വീട്ടിലല്ല അവരുടെ സജീഷിൻ്റെ പിന്നാലെയൊന്നും പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊരിക്കലും ആവർത്തിക്കരുത് ഇനി. ടീച്ചർക്കെതിരെ എന്ത് വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ, പക്ഷെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് ടീച്ചർ അവരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഒക്കെ ഇതിനൊരു പരിധിയുണ്ട്. ഓർക്കുക, നമ്മൾ നിൽക്കുന്നത് ഒരു അസാധാരണ സാഹചര്യത്തിലാണ്. കേട്ടില്ലേ? ഈ വൈറസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവം ഇപ്പോഴും പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പം ചില രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നത് പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ട് മരിച്ചു പോകുന്നു വൈറസ് വന്നിട്ടെന്ന്. ഹോസ്പിറ്റലിൽ ഇതിന് മ്യൂട്ടേഷൻ ഉണ്ടാവുന്നുണ്ട് വൈറസിന്. എന്നാൽ ജനങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ വൈറസ് പകരാനുള്ള സാധ്യത ഒഴിവാക്കിക്കൊണ്ട്, അകലം പാലിച്ചുകൊണ്ടും മാസ്ക് ധരിച്ചുകൊണ്ടും, നമ്മൾ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ ലക്ഷണം ഉണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പിനെ അറിയിച്ചുകൊണ്ടും പോലീസും ജനപ്രതിനിധികളും ഒക്കെ പറയുന്നത് കേട്ടുകൊണ്ടും നിന്നാൽ, അത് കുറച്ച് നാൾ നിൽക്കണം, ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ ഭയക്കേണ്ടതില്ല. വേറെ ഒരു വലിയ അസുഖബാധിതർക്കല്ല വന്നതെങ്കിൽ നമ്മൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നുണ്ട്. പ്ലാസ്മ തെറാപ്പിയൊക്കെ നല്ല നല്ല ഫലം ചെയ്യുന്നുണ്ട് കേട്ടോ ആളുകളിൽ. അതൊക്കെ നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലും അന്വേഷിച്ച് കിട്ടാവുന്ന എന്ത് ചികിത്സയും കേരളത്തിൽ നമ്മൾ നോക്കുന്നുണ്ട്, അതെല്ലാം നോക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് പേടിക്കണ്ട. പക്ഷെ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഇതൊന്നും പടരില്ല എന്നോ, അല്ലെങ്കിൽ കേരളത്തിൽ എന്തോ തനിയെ ഇതെല്ലാം രക്ഷപ്പെടുമെന്നോ അല്ല. ഈ ശ്രദ്ധ ഒരല്പം മാറിപ്പോയാൽ, നമ്മളീ നടത്തുന്ന സാഹസിക പ്രവർത്തനങ്ങൾക്ക് ഒരു ലേശം അയവ് വന്നാൽ കേരളം മറ്റൊരു ചെന്നൈയായി മാറാനോ മറ്റൊരു മുംബൈയോ അല്ലെങ്കിൽ മറ്റൊരു ഡൽഹിയോ ആയി മാറാനോ ഒരു താമസവും ഇല്ലാന്ന് കണ്ടു. ഡൽഹിയുടെ കാര്യം പറയുമ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ പല മീഡിയയിലും വന്ന റിപ്പോർട്ടുകളാണ്, ഒരു കിടക്ക കെട്ടണമെങ്കിൽ 10 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കേണ്ട സ്ഥിതിയാണ്. ഒരു ആശുപത്രിയിൽ ഒരു കിടക്ക കൊടുത്താൽ കിട്ടുന്നുണ്ടോ? ഡൽഹിയിൽ ഏതോ ഒരു ഹോസ്പിറ്റൽ, സ്വകാര്യ ഹോസ്പിറ്റലിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടതിൻ്റെ അടുത്ത് രോഗി കിടക്കുന്നു എന്ന് പറഞ്ഞു. കണ്ണ് തുറന്ന് കാണണം ഞങ്ങളിങ്ങനെ വിമർശിക്കുന്നവർ. കേരളത്തിൽ ഒരാസ്പത്രിയിലും അങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ വരാതിരുന്നത് ഈ പറഞ്ഞതുപോലെ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചും വൈകുന്നേരം നടത്തുന്ന പത്രസമ്മേളനങ്ങളിലൂടെ അവർക്കത് മീഡിയ മാനിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഓരോന്നും ഓരോ പാഠപുസ്തകമാണ്. അതായത് ജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. ഈ കോവിഡ് രോഗത്തെ പ്രതിരോധിക്കാൻ മാത്രമല്ല, കോവിഡിനോടൊപ്പം എങ്ങനെയാണ് ജീവിക്കുക. നമ്മൾ കുറേശ്ശെ ഇളവ് കൊടുക്കുന്നു. കാർഷിക ജോലികൾ നടത്താതിരിക്കാൻ പറ്റില്ല, നമ്മൾ പട്ടിണി കിടന്ന് മരിച്ചു പോകും കുറച്ച് കഴിയുമ്പോൾ. എല്ലാറ്റിലും സ്വയം പര്യാപ്തമല്ലെങ്കിലും കുറേ പച്ചക്കറിയും കുറേ മരച്ചീനിയും മറ്റ് കൃഷിയും എല്ലാം ആയിട്ടാണ് കേരളം ജീവിക്കുന്നത്.
അതുകൊണ്ട് ആ ജോലി ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ വ്യവസായശാലകൾ അതെല്ലാം തുറന്ന് കുറച്ച് കൂലിയൊക്കെ കിട്ടിയാലേ ആളുകൾക്ക്, ഗവൺമെൻറ്റിന് എല്ലാ മാസവും വെറുതെ പൈസ കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടോ? അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അതെല്ലാം പാലിച്ച് അതും ചെയ്യണം. തനി രാഷ്ട്രീയ വൈരാഗ്യം വെച്ചിട്ട് ഇമാതിരി കമൻസും ഇമാതിരി ചില സമരങ്ങളും ഒക്കെ ആയിട്ട് ആരെ തളർത്താനാണ് ബ്രിട്ടാസ് ഇത്? ആരെയാണ് ഇവർ തളർത്താൻ ഉദ്ദേശിക്കുന്നത്? എന്താ ആഗ്രഹിക്കുന്നത്? ഇവിടെ രോഗം വല്ലാണ്ട് പെരുകിയത് ഗവൺമെൻറ്റിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പറയാനാണോ? അങ്ങനെയാണെങ്കിൽ അതൊരു ശൃഗാല ബുദ്ധിയാണ്. അല്ലെങ്കിൽ അതൊരു ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്നുള്ളൊരു സമീപനമാണ്. ഇതല്ല ഇപ്പം ചെയ്യേണ്ടത്. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം ഇതല്ല ഇപ്പം ചെയ്യേണ്ടത്.